ഹായ് എല്ലാവർക്കും അവർ ജേണി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്ക് പോകണമെന്നുണ്ടാ? നമ്മളിന്ന് പോണത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, പോലെ നമുക്ക് ഞങ്ങളങ്ങനെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ഏകദേശം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വിടുകയാണെങ്കിൽ 1 മണിക്കൂറത്തെ ദൂരമുണ്ട്. ട്രാഫിക്കൊക്കെ വരികയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം വരും. ആൾക്കാർക്ക് ഉണ്ടല്ലോ. ക്ഷേത്രത്തിനകത്ത് നമുക്ക് ക്യാമറ, മൊബൈൽ ഫോണൊന്നും അലൗഡ് ഇല്ല കേട്ടോ. ഉള്ളിൽ കയറുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി ഇടണം. അവിടെ പ്രസാദല്ലേ അമ്മയുടെ മേലെ പ്രസാദം ബേസിൽ വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഫ്രണ്ടില്. ഫോട്ടോ എടുക്കാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇത്, ഈ ക്ഷേത്രത്തിൽ ചുറ്റും ആൽമരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് എത്തി. വഴിപാടുകളൊക്കെ കഴിച്ച് ദേശത്ത് ഇറങ്ങിയിട്ടാണ്. അന്ന് കുറവാണ്. ഞങ്ങൾ 11:30 ഉച്ചപൂജ സമയത്തിനാണ് എത്തിയത്. ഉച്ചപൂജ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കയറി തൊഴാൻ പറ്റിയത്. ഇത് അമ്പലത്തിൻ്റെ ചുറ്റോറാണ് കേട്ടോ. ഒരുപാട് ആൽമരങ്ങളുണ്ട്. പല അമ്പലങ്ങളിലും പോയിട്ട്, പക്ഷേ ഒരുപാട് ആൽമരങ്ങൾ ഉള്ള ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ശനിയാഴ്ചയിലും ഇത് തിരക്ക് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ നട അടച്ചു കേട്ടോ. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം നട അടയ്ക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് കേട്ടോ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറോളം അവിടെ എത്തണം. കാരണം റോട്ടിൽ ഒരുപാട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നേരത്തെ വരാൻ നോക്കുക. കുറച്ചെത്തുമ്പോൾ നമ്മൾ വേറെ ഒരു ഡൈവേഷനാണ് വിടുന്നത്. ഇവിടെ എത്താൻ ലേറ്റാവും. 12 മണിക്ക് നട അടയ്ക്കും. ഈ ആളുകൾ നിൽക്കുന്നത് പ്രസാദം വാങ്ങിക്കാനാണ് കേട്ടോ. ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾക്കാണ് അമ്പലത്തിന് പ്രസാദം കിട്ടിയിട്ടോ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതു. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊക്കെ വന്നു. ഈ തിരക്ക് വളരെ കുറവായിരുന്നു. അതായത് നന്നായിട്ട് നമ്മുടെ ഭഗവതിനെ കാണാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് പ്രസാദം കഴിച്ചു. പ്രസാദം എല്ലാ പ്രാവശ്യം വരുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാന്നുണ്ട്. പ്രസാദം കിട്ടിയില്ലല്ലോ പ്രാർത്ഥിച്ച് വന്നിട്ടെന്ന്. അപ്പോഴാണ് പ്രസാദത്തിൻ്റെ അവിടെ വരുന്നുണ്ടായില്ല. നമുക്ക് സമാധാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ കഴിച്ചപ്പോഴാണ് സമാധാനം ദേവിയുടെ പ്രസാദമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ. ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമൊക്കെ തൊഴുത് പിന്നെ ഞങ്ങൾ പോയി അടുത്ത ഒരു മനയിലേക്കാണ്. ഒരു ഫേമസ് ആയിട്ടൊരു മനയാണ്. ഈ മന സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ്.
പാമ്പ് മേക്കാട്ട് എന്നാണ് പറയുക, പാമ്പ് മേക്കാട്ട് മന. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തി. നമുക്ക് വഴിപാടിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഡേറ്റും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ 1.5 മണിക്കൂർ ദൂരമുണ്ട് ട്രാഫിക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക്. ഈ കാണുന്ന മന ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മനയാണത്. ഞങ്ങൾ പല തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സർപ്പങ്ങളുടെ രൂപം ഇവിടെ മതിലിൽ കുത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന ഇതാണ് ഈ വലിയൊരു സർപ്പരൂപം. അപ്പം നമ്മളിവിടെ കൊടുങ്ങല്ലൂരൊക്കെ തൊഴുത് അമ്മേനൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ വന്നത് പാമ്പമ്മക്കാട്ടുമ്പലക്കാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ വന്നപ്പോൾ തൊഴുതു, നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചു. പ്രസാദത്തോട് ചോദിച്ചു ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പ്രസാദമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തമ്പുരാട്ടിനെ കാണാൻ പറ്റില്ല. തമ്പുരാട്ടിക്ക് 1 മണിക്കുള്ളിലാണ് നമുക്ക് തമ്പുരാട്ടിനെ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിലാണ് ആർച്ചുണ്ടല്ലോ, അതാണ് എൻ്റെ അണ്ടർ. പാമ്പ് മേക്കൗട്ട് സ്പോട്ട് കിടക്കുന്ന മാളയിലാണ്. ഏകദേശം നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കഷ്ടി കാണുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊഴുത് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഓളെന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.